നടന്ന സ്റ്റോറി അല്ല, പക്ഷേ നമുക്ക് എന്താ കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ബേണിംഗ് കോൾസ് പറഞ്ഞാൽ എന്താ, കനൽ കൽക്കരി എന്ത് ചെയ്തതാ, ഇങ്ങനെ കത്തി നിൽക്കുന്ന കൽക്കരി വാരിയിട്ടു. എന്നിട്ട് ഇത് രണ്ട് ഇവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവനെ ഏത് ചൂസ് ചെയ്യും എന്നിങ്ങനെ നോക്കിയിരുന്നു. മോശ എന്ത് ചെയ്തു, എഴഞ്ഞു വന്നിട്ട് ജുവൽസിലെല്ലാം ഇങ്ങനെ നോക്കി, എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ തിരിച്ചു വന്ന് ഈ ബേണിംഗ് കോൾസ് കയ്യിലെടുത്തു. അവൻ്റെ കൈ പൊള്ളിപ്പോയി, അവൻ പൊള്ളിയ കൈ നാക്കയിൽ വെച്ചു. അങ്ങനെയാണ് അവൻ്റെ സ്റ്റാമറിങ് വിക്കുള്ളവനായി തീർന്നെന്നൊരു റബിനിക് സ്റ്റോറി ഉണ്ട്. ഇതൊന്നും സത്യമാണെന്നൊന്നും പറഞ്ഞല്ല, പക്ഷേ അവിടെ പറയുന്നത് അവൻ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അതവൻ്റെ ചോയ്സ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അവൻ ചൂസ് ചെയ്തത്? ഈ സ്റ്റോറി നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷേ അവൻ തിരഞ്ഞെടുത്തെന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. എന്തുകൊണ്ട്? പ്രതിഫലം നോക്കിയതുകൊണ്ട്. അവൻ വിശ്വാസത്താൽ അവൻ ഉറച്ചു നിന്ന് അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ അവൻ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും രാജാവിൻ്റെ നമ്മളതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ മിസ്രയീമിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അവിടെ എന്താണ് പറഞ്ഞത്? പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് അവൻ നിരസിച്ചു. അതിന് ശേഷം എന്താ കാണുന്നത്? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. ക്രിസ്തുവിന്റെ നിന്ന എന്ന് പറയുമ്പോൾ അന്ന് യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല, പക്ഷേ ആത്മാവിന്റെ അദൃശ്യ ലോകത്തിൽ അവൻ ക്രിസ്തുവുമായിട്ട് ഏകീഭവിക്കുകയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നിട്ട് വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. രാജാവിന്റെ കോപം ഭയപ്പെട്ടെന്നാണ് പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഇല്ലേ? അവൻ ഭയപ്പെട്ട് ഓടിപ്പോയെന്ന. ഇവിടെ പറയുന്നത് ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഇതാണ്, ഫറവോൻ അവനെ കൊല്ലാൻ നോക്കിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ ചത്തുപോകുമോ എന്നുള്ള പേടിയിലല്ല അവൻ ഓടിപ്പോകുന്നത്. എൻ്റെ ചിന്ത, അവിടെ നിന്നാൽ വീണ്ടും മിസ്രയീം അവൻ്റെ ഹൃദയത്തിൽ കടക്കുമോ എന്നുള്ള പേടി കൊണ്ട് അവൻ ഓടിപ്പോകുന്നത്. കാര്യം അവന് മിസ്രയീമിനാകേണ്ട കാര്യമില്ല, അവന് ഇഷ്ടമില്ല. അവൻ എന്താണ്? അവൻ എബ്രായൻ എന്ന് വിളിക്കപ്പെടുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവനെ കണ്ടവരെല്ലാം അവൻ മിസ്രയീമൻ എന്നാണ് പറഞ്ഞിരുന്നത്. എബ്രായനാണെന്നും പറഞ്ഞ് അവരുടെ ഇടയിലെ വഴക്ക് തീർക്കാൻ ചെന്നപ്പോൾ, അതാണല്ലോ അവിടെ ഇവൻ ഓടിപ്പോരാനുണ്ടായ സാഹചര്യം നമുക്കറിയാമല്ലോ. എന്താണ്? അവൻ തൻ്റെ സഹോദരന്മാരെ കാണാൻ പോയി. ഒരു ദിവസം ഒരു മിസ്രയീമ്യൻ ഇസ്രായേലിയനെ അടിക്കുന്നത് കണ്ടു. അവനെ എന്ത് ചെയ്തു? അടിച്ച് മണലിൽ താത്തി കളഞ്ഞു. ഒരു റബിനിക് സ്റ്റോറി പറഞ്ഞത് മോശ ഭയങ്കരമായിട്ട് അഭ്യാസിയായിരുന്നു. അവൻ അടിച്ചപ്പോൾ അവൻ മണലിൽ താണുപോയെന്നാണ്. അത്രയ്ക്കും അഭ്യാസിയായിരുന്നു മോശ എന്ന് പറയുന്നത്. പിറ്റേ ദിവസം ചെന്നപ്പോൾ അവൻ കണ്ടത് ഇസ്രായേലിനുമായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ്. അവൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരല്ലേ, നിങ്ങളെന്തിനാ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾ സഹോദരന്മാരുടെ കാര്യം ഞങ്ങൾ ചെയ്തോളാം, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയാക്കിയത് ആര്? എന്താ അതിൻ്റെ അർത്ഥം? നീ ആരാ? നീ ഒരു മിസ്രയീമ്യൻ, ഞങ്ങൾ ഇസ്രായേലിയർ, ഞങ്ങൾ സഹോദരന്മാരുടെ കാര്യം ഞങ്ങൾ തീർത്തോളാം. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ കളിക്കാൻ നീ വരേണ്ട, കാര്യം നീ ഒരു മിസ്രയീമ്യനാണെന്ന്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചിട്ടാണ് ഇവൻ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് അവൻ്റെ സഹോദരന്മാർ അവനോട് പറയുന്നത് നീ മിസ്രയീമ്യനാണെന്നാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതവന് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം അവൻ മനസ്സിലാക്കി, ഇനി മിസ്രയീമിൽ നിന്നാൽ എന്നെ ഇവരൊരിക്കലും ആരായിട്ട് കണക്കാക്കുകയില്ല, ഒരു എബ്രായനായിട്ട് കണക്കാക്കുകയില്ല. അതുകൊണ്ടാണ് അവൻ ഓടിപ്പോന്ന് യിത്രോവിൻ്റെ ഭവനത്തിൽ ചെന്ന് അവൻ്റെ മക്കൾക്ക് ഹി വാസ് ഹെൽപ്പിംഗ് ദം. അവർ തിരിച്ച് വീട്ടിൽ ചെന്ന് അവരുടെ അപ്പനോട് പറയുന്ന, ആ യിത്രോവിൻ്റെ മക്കൾ അപ്പനോട് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ എന്താ നേരത്തെ വന്നെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? ഒരു മിസ്രയീമ്യൻ ഞങ്ങളെ സഹായിച്ചെന്ന്. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് അവന് പിന്നെയും ആകെപ്പാടെ പ്രയാസമായി. കാര്യം മിസ്രയീം വിട്ടിട്ട് ഓടിപ്പോം. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിഷേധിച്ചിട്ടാണ് സഹോദരന്മാരുടെ അടുത്ത് പോയത്. സഹോദരന്മാരെ അക്സെപ്റ്റ് ചെയ്തില്ല. സഹോദരന്മാർ ഇവനെ വിളിക്കുന്ന മിസ്രയീം എന്നാണ്. അവിടുന്ന് ഓടി മരുഭൂമിയിൽ വന്നപ്പോൾ മിദ്യാന്യരും വിളിക്കുന്നത് മിസ്രയീം എന്നാണ്. പക്ഷെ എന്തൊരു കഷ്ടമായത്! അവൻ എങ്ങനെയെങ്കിലും എബ്രായനാകേണ്ടതിന് അവൻ കണ്ടുപിടിച്ച മാർഗം എന്നറിയാമോ? യിത്രോവിനോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്കൊരു ജോലി തരാമോ? എന്ത് ജോലി? ആടുകളെ മേയിക്കുന്ന ജോലി. നിനക്കെന്തിനാ ആടുകളെ മേയിക്കുന്ന ജോലി? അതൊരു രഹസ്യമാണ്. എന്താ രഹസ്യം എന്നറിയാമോ? ആടുകളെ മേയിക്കുന്ന ജോലി എബ്രായരുടെ ജോലിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. യാക്കോബും മക്കളും എല്ലാം കൂടെ വന്നപ്പോൾ യോസഫ് യാക്കോബിനോട് പറയുന്നുണ്ട്, ഫറവോൻ ചോദിക്കും നിങ്ങളുടെ ജോലി എന്നാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പൂർവ്വപിതാക്കന്മാർ തൊട്ട് ആടിനെ മേയിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോൻ പറയും, ആണോ എന്ന് അവിടെ തന്നെ നിന്നു. കാര്യം ഇടയന്മാരെ മിസ്രയീമ്യർക്ക് അറപ്പാകുന്നു എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് ഇടയന്മാരെ ഇഷ്ടമില്ല. ഇടയന്മാരുടെ ജോലി ചെയ്യുന്ന ഗ്രൂപ്പ് ആരാണ്? ഇസ്രായേൽ മക്കളാണ്. അപ്പൊ ഇസ്രായേൽ മക്കൾ എബ്രായരുടെ ജോലിയാണ് എന്ത്?
ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത്. ഒരു മിസ്രയീമിൻ ജന്മത്തിൽ ആടുകളെ മേയ്ക്കത്തില്ല. ഒരു മിസ്രയീമിൻ അത് അറപ്പാണ്. ഒരു ഇടയന്റെ ജോലി എന്ന് പറയുന്നത് ഒരു മിസ്രയീമിൻ എന്താണ്? അറപ്പാണ്. ഒരു തോട്ടിപ്പണി പോലെയാണ് അവരതിനെ കണക്കാക്കിയിരുന്നത്. കൊട്ടാരത്തിൽ വളർന്ന മോശ എബ്രായനാകാനുള്ള മോഹത്തിൽ യിത്രോവിൻ്റെ ആടുകളെ മേയിക്കുന്നതാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. എങ്ങനെയും എനിക്കൊരു എബ്രായനാകണം എന്നുള്ള മോഹമാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ എത്ര ഉയരത്തിൽ നിന്ന് എത്ര താഴേക്ക് അവൻ ഇറങ്ങി വന്നത് എന്തുകൊണ്ടാണ്? പ്രതിഫലം നോക്കിയത് കൊണ്ട്. നമുക്കൊരിക്കലും ആലോചിക്കാൻ കഴിയാത്തത്ര ആഴത്തിലാണ് മോശയുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എത്ര ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയത്തില്ല. കൊട്ടാരത്തിൽ വളർന്ന മോശ മിസ്രയീമിൻ്റെ മനസ്സിലെ ഏറ്റവും നികൃഷ്ടമായ ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. സംഹൗ എന്ത് കേൾക്കണം? ആളുകൾ എന്നെ ഒരു എബ്രായൻ എന്ന് വിളിക്കുന്നത് കേൾക്കണം. നമുക്കങ്ങനല്ല. പലപ്പോഴും നമുക്ക് നേരെ വിപരീതമാണ്. നമ്മൾ എബ്രായൻ ആണെങ്കിൽ തന്നെ അതാണെന്ന് അല്ലെന്ന് പറയാനാണ് നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നത്, അല്ലേ? പക്ഷേ മോശ അദൃശ്യ ലോകത്ത് ഒരു എബ്രായൻ ആരാണെന്നും അവൻ്റെ വില എന്താണെന്നും മനസ്സിലാക്കി. അദൃശ്യ ലോകത്ത് മിസ്രയീം എത്ര ദുരിതപൂർണമായ ഒരു ലൈഫാണ് മിസ്രയീമിൻ്റെ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കി. അതെങ്ങനെയാണ് അവന് കഴിഞ്ഞത്? വിശ്വാസത്തിൻ്റെ തേരിലേറി അദൃശ്യ ലോകത്തിലേക്ക് കടന്ന് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ്. നിത്യതയിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ആ നിത്യതയുടെ ദർശനമാണ് മോസസിന് അവിടെ നമുക്ക് കാണുന്നത്. അതിനുശേഷം 28-ാം വാക്യത്തിൽ നമ്മൾ വിശ്വാസത്താൽ പെസഹയും ചോരത്തളിയും ആചരിക്കുന്ന കാര്യമാണ് കാണുന്നത്. അതിനുശേഷം അവർ വിടുവിക്കപ്പെട്ടു. സമയക്കൊണ്ടുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നില്ല. അടുത്ത സെഷനിലേക്ക് നമ്മൾ വരുമ്പോൾ വിശ്വാസത്താൽ അവർ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു, വിശ്വാസത്താൽ അവർ എരിഹോ മതിൽ തകർത്തു എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മളുടെ ഈ സെഷൻ അവസാനിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ചരിത്രം നമ്മൾ കണ്ടു. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു. ദൈവമായിരുന്നു അവൻ്റെ യാഥാർത്ഥ്യം, ദൈവം മാത്രമായിരുന്നു അവൻ്റെ യാഥാർത്ഥ്യം. നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അദൃശ്യ ദൈവവുമായിട്ടാണ് നമ്മുടെ ഇടപാടുകൾ മുഴുവൻ. ഞാനും ദൈവവും തമ്മിലുള്ള ഇടപാടുകൾക്കിടയ്ക്ക് ഒരു ദൃശ്യ യാഥാർത്ഥ്യവും കടന്നു വരികയില്ല. പണം കടന്നു വരികയില്ല, പദവികൾ കടന്നു വരികയില്ല. ബിക്കോസ് എൻ്റെ ഏറ്റവും അടുത്ത റിയാലിറ്റി അദൃശ്യനായ ആത്മാവായ ദൈവമാണ്. ആത്മാവായ ദൈവവുമായി എനിക്കുള്ള സഹവാസമാണ് എന്നെ വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് പിടിച്ചുയർത്തുന്നത്. വിശ്വാസത്തിൻ്റെ ലോകത്ത് ഞാൻ കാണുന്നു അദൃശ്യനായ ആ ദൈവത്തെ. അബ്രഹാം അദൃശ്യനായ ദൈവത്തെ കണ്ടു. ഇസഹാക്ക് ഇടയ്ക്ക് കയറാൻ പരിശ്രമിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല, എനിക്കൊരിക്കലും ദൈവം പോലെ ഒരു യാഥാർത്ഥ്യമല്ല ഇസഹാക്ക്. അവൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ അവൻ ദൈവം മാത്രമാണ് അവൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി ചെയ്ത ഉടമ്പടികൾക്കെല്ലാം ഇടയിലേക്ക് പണവും പദവികളും സഭയിലും വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കടന്നുകൂടുകയല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസം? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം. ദൈവമെന്ന അദൃശ്യ യാഥാർത്ഥ്യം ഒഴികെ യാതൊരു ദൃശ്യ യാഥാർത്ഥ്യങ്ങളും എൻ്റെ ആത്മാവിൻ്റെ തലത്തിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കാതിരിക്കുന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എന്തും എനിക്ക് ദൈവത്തിനപ്പുറത്താണ്. ദൈവമാണ് എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി. ഇസഹാക്ക് ദൈവം അവനെ ഫലമേൽപ്പിച്ച പുത്രാധികാരം, അബ്രഹാമിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം അവനവൻ്റെ തലമുറയ്ക്ക് കൈമാറി. നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് ദൈവം നമുക്ക് നൽകിയ പുത്രാധികാരം കൈമാറ്റം ചെയ്തിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ വസ്തുക്കളുടെ തീറാധാരം കൊടുക്കുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പണം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന വലിയ ആനക്കാര്യമൊന്നുമല്ല. എന്താണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത്? ദൈവം നമുക്ക് നൽകിയ പുത്രാധികാരമാണ്. ആ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശത്തെ എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ സ്കൂളിൽ, അവരുടെ കോളേജിൽ, അവർ ജോലി ചെയ്യുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് പോകുന്നത് കാണാൻ കഴിയുന്നതാണ് വലിയ ഭാഗ്യം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ പ്രതിനിധികളാകാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? യാക്കോബ് സ്വയാശ്രയായ മനുഷ്യനായിരുന്നു. പക്ഷേ അവനിപ്പോൾ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുകയാണ്. അവൻ്റെ തകർച്ച അവന് വലിയൊരു അനുഗ്രഹമാണ്. കാര്യം അവൻ്റെ സ്വയാശ്രയത്തിൽ നിന്ന് വിടുതൽ കിട്ടിയത് അവൻ്റെ തുടയുടെ തടം ഉളുക്കിയപ്പോൾ മുതലാണ്. അതുകൊണ്ട് അവൻ പറയുന്ന, കർത്താവേ, നീ എൻ്റെ കാലിനെ തകർത്തതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ആശ്രയിക്കത്തില്ലായിരുന്നു. എൻ്റെ സ്വയാശ്രയത്തെ വിടുവിക്കുവാൻ നീ എൻ്റെ കാലുകളെ തകർത്തതിനായി സ്തോത്രം. അത് ആർക്കേ പറയാൻ കഴിയൂ? വിശ്വാസത്തിൻ്റെ തേരിലേറി അദൃശ്യ ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നവന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. ദൃശ്യലോകത്തിലെ നഷ്ടങ്ങൾക്കപ്പുറത്ത് അദൃശ്യ ലോകത്തിൽ അത് ലാഭമാകുന്നത് കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ രീതിയിൽ
ദൈവത്തെ നമ്മുടെ തകർച്ചയുടെ സ്ഥാനത്ത് നിന്ന് നമസ്കരിക്കുവാൻ കഴിയത്തുള്ളൂ. ഇസഹാക്കും യാക്കോബും പിന്നീട് നമ്മൾ മോശയുടെ മാതാപിതാക്കളുടെ ചരിത്രം കാണുകയാണ്. എന്താണ് മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി? ശിശു ജനിച്ചപ്പോൾ ആ ശിശുവിനെ നോക്കി ഇവൻ രാജാവാകുമെന്നുള്ളതല്ല അവരുടെ മനസ്സിലെ ചിന്ത, ഇവൻ പണം ഉണ്ടാക്കുമെന്നുള്ളതല്ല അവരുടെ മനസ്സിലെ ചിന്ത, ഇവൻ എഞ്ചിനീയർ ആകും ഡോക്ടർ ആകും എന്നുള്ളതല്ല അവരുടെ മനസ്സിലെ ചിന്ത. എന്താണ്? ഇവന്റെ മേൽ ഒരു ദൈവിക നിയോഗമുണ്ട്. എൻ്റെ കുഞ്ഞിനെ നോക്കി എൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്താണെന്നാണ് വേണം പ്രിയമുള്ള മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിയുവാൻ. അതറിയണമെങ്കിൽ ആ അദൃശ്യ ലോകത്ത് വിശ്വാസത്തിൻ്റെ തേരിൽ ചെന്ന് നിങ്ങൾ ആത്മാവിൽ ദൈവം അവൻ്റെ മേൽ ഇട്ടിരിക്കുന്ന മുദ്ര എന്തെന്ന്, ദൈവം അവൻ്റെ മേൽ വെച്ചിരിക്കുന്ന, ദൈവം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിയോഗം എന്തെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദിവ്യ സൗന്ദര്യമുണ്ട്. എഞ്ചിനീയറുടെ സൗന്ദര്യമോ ഡോക്ടറുടെ സൗന്ദര്യമോ നേഴ്സിൻ്റെ സൗന്ദര്യമോ അല്ല, ഒരു ദിവ്യ സൗന്ദര്യം. അവൻ എഞ്ചിനീയറോ ഡോക്ടറോ നേഴ്സോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ എന്താണ് ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ലക്ഷ്യം? അതിനുവേണ്ടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ദൈവം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നൽകിയിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയ ദാനമാണ്. ദൈവം എന്ത് ലക്ഷ്യത്തോടുകൂടെ നമ്മളെ ഫലമേൽപ്പിച്ചോ ആ ലക്ഷ്യം നിർവഹിക്കത്തക്ക രീതിയിൽ അവരെ ഒരുക്കി മടക്കി കൊടുക്കാനുള്ളതാണ്. അതാണ് ദാനമെന്ന് പറയുമ്പോൾ. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ, എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ദിവ്യ സൗന്ദര്യം? അതറിയാൻ വയ്യായെങ്കിൽ ഒരു ദിവസം ഉപവാസത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ അവളുടെ മേലുള്ള ദിവ്യ സൗന്ദര്യം? എന്താണ് അവളുടെ മേലുള്ള ദൈവ നിയോഗം? അതാണ് വിശ്വാസത്തിൻ്റെ ലോകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോശ അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ മിസ്രയീമിലെ അവൻ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. അപ്പോൾ കഷ്ടത തിരഞ്ഞെടുക്കുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല. പക്ഷെ അതിന് കഴിയണമെങ്കിൽ കഷ്ടത അദൃശ്യ ലോകത്ത് എന്ത് ആണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും നഷ്ടവും ഒക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ അദൃശ്യ ലോകത്തിലെ പ്രതിഫലനം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് കാണാൻ കഴിയുന്നെങ്കിൽ സന്തോഷത്തോടുകൂടെ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു, കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പൗലോസിന് പറയാൻ കഴിയുന്നത്. ഇന്ന് കഷ്ടതയിൽ പ്രശംസിക്കുന്ന ഒരു ക്രൂസൈഡുകാരനുമില്ല. എല്ലാം കഷ്ടത എങ്ങനെ മാറ്റാൻ കഴിയുമെന്നേ പറയുന്നുള്ളൂ. ആ ലെവലിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ആത്മാവിൽ അതിൻ്റെ ആ അദൃശ്യ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന കാര്യം. മിസ്രയീമിലെ സകല നിക്ഷേപത്തെക്കാൾ ദൈവജനത്തോടുകൂടെ മിസ്രയീമിലെ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എണ്ണി. മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളും അവന് സ്വന്തമാക്കാമായിരുന്നു. പക്ഷെ അതിനപ്പുറത്ത് അവൻ ക്രിസ്തുവിൻ്റെ നിന്ന, വേറെ ധനമല്ല, നിന്ന. അപ്പോൾ ക്രിസ്തുവിൻ്റെ നിന്ന മിസ്രയീമിൻ്റെ സകല സമ്പത്തിനേക്കാൾ അധികമാണെന്നാണ് അർത്ഥം. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ മുഴുവൻ നന്മകളും നിങ്ങൾക്ക് ലഭിച്ചാലും അതിനേക്കാൾ വലുതാണ് ക്രിസ്തുവിൻ്റെ ഒരു നിന്ന സഹിക്കുന്നത്. ലോകത്തിൻ്റെ സകല നന്മകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വലുതാണ് യേശു ക്രിസ്തുവിൻ്റെ പേരിൽ നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ ആ നിന്ന നിങ്ങൾ സഹിക്കുന്നത്. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ ഭൂമിയിലെ സകല നിക്ഷേപങ്ങളും കൊണ്ട് ഒരു പ്രയോജനമില്ല. അവിടെ എടുക്കാത്ത നോട്ടാ ഭൂമിയിലെ നിക്ഷേപം. അവിടെ എടുക്കുന്നത് ക്രിസ്തുവിൻ്റെ നിന്ന മാത്രമേ ഉള്ളൂ. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം വഹിക്കുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മായാത്ത ഒറ്റ പാടേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ ചൂടടയാളം. ഭൂമിയിലുള്ള സകല കാര്യങ്ങളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണത്തില്ല. എന്നാൽ നിങ്ങളുടെ കഷ്ടതയുടെ അടയാളം, ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സഹിച്ച പങ്കപ്പാടുകളുടെ അടയാളം അവിടെ മാഞ്ഞു പോകുന്നില്ല. സ്വർഗത്തിലും യേശു കർത്താവിൻ്റെ കൈകളിൽ നോക്കിയാൽ അവൻ്റെ കൈകളിൽ ആണിയടിക്കപ്പെട്ടിരിക്കുന്നത് കാണാം. ദ മാർക്ക് ഓഫ് എ ക്രോസ്. അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. അത് നിത്യതയുടെ ലോകത്തിൽ കയറിയവന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഭൂമിയിലുള്ളവൻ ഒരിക്കലും മനസ്സിലാകത്തില്ല. മോശ അവൻ തൻ്റെ സ്വന്തം ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തെരഞ്ഞെടുത്തു. മിസ്രയീമിലെ സകല നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എണ്ണി. രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ എബ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടതിനു വേണ്ടി അവൻ ഏറ്റവും നികൃഷ്ടമായ ജോലി തെരഞ്ഞെടുത്തു. അവൻ്റെ മനസ്സിലൊറ്റ ആഗ്രഹമുള്ളൂ, എന്നെ ആരും മിസ്രയീം എന്ന് വിളിക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ലോകക്കാരൻ എന്ന് ആരെങ്കിലും അവനെ വിളിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. മോശയുടെ ഏറ്റവും വലിയ സങ്കടം എന്നാണെന്നറിയാമോ? ആരെങ്കിലുമൊക്കെ അവനെ കാണുമ്പോൾ യു ആർ ആൻ ഈജിപ്ഷ്യൻ എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് എന്താണ്? മിസ്രയീമിൻ്റെ സകല സാധനങ്ങൾ അവൻ ഉപേക്ഷിച്ചു. ഒരു എബ്രായനാകാനായിരുന്നു അവൻ്റെ മോഹം മുഴുവൻ. നമ്മൾ വല്ലവിധനെ ലോകക്കാരാകാനാണ്, ലോകത്തിൽ വലിയവനാകുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളെ നോക്കി അവനൊരു ലോകക്കാരനെ പോലെയാണെന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അത്രയും വലിയൊരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നിങ്ങൾ അദൃശ്യ ലോകത്തിലേക്ക് കയറി ആ സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിന്ന എത്ര വലിയ നിക്ഷേപമായി തീരുന്നു സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഭൂമിയിലെ സകല കാര്യങ്ങളും ചപ്പന്നും ചവറന്നും എണ്ണി അതിനെ കാൽ കീഴിട്ട് ചവിട്ടി മെതിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതാണ് മോശ ചെയ്തത്.